ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം. വേനലിന്റെ അസഹ്യമായ ചൂടിനെ അതിജീവിച്ചുകൊണ്ടാണ് നാം കടന്നുപോകുന്നത്. കാലാവസ്ഥയിലെ അസന്തുലിതാവസ്ഥയും ആഗോളതാപനവും മനുഷ്യനുൾപ്പെടുന്ന ജീവിവർഗത്തിന് കടുത്ത വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉച്ചവെയിലിൽ സൂര്യാഘാതമേൽക്കാതിരിക്കാൻ അതീവ ജാഗ്രത അനിവാര്യമാണ്. കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരന്തഫലം എന്ന നിലയിൽ ചൂട് വർദ്ധിക്കുന്നതിനെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നു സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ പ്രൊഫസർ കെ ശ്രീധരൻ. കാലാവസ്ഥാ മാറ്റം ഇന്ന് ലോകം മുഴുവൻ നേരിടുന്ന വലിയ ഒരു ദുരന്തമാണ്. കാലാവസ്ഥാ മാറ്റം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എല്ലാ കാലാവസ്ഥാ സംവിധാനങ്ങളും തീവ്രമാകുകയാണ്. തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ എന്നാണ് പറയുന്നത്. ഒന്നുകിൽ അത്യുഷ്ണമായിരിക്കും, അല്ലെങ്കിൽ അതിവൃഷ്ടിയായിരിക്കും. അതിവൃഷ്ടി, പേമാരി, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ നാനാവിധ പ്രശ്നങ്ങളായി ഒരു വശത്ത് വരും. അതാണ് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാവം. മറ്റൊരു ഭാവമാണ് അത്യുഷ്ണം. അതും മറ്റൊരു തീവ്ര കാലാവസ്ഥാ സംഭവം എന്ന് തന്നെ പറയാം. സാധാരണ ഉണ്ടാകുന്ന താപനിലയേക്കാളും കൂടുതൽ. കാലാവസ്ഥാ മാറ്റം തന്നെ സൃഷ്ടിക്കുന്നത് നമുക്കറിയാം, ആഗോള താപനില വർദ്ധിക്കുന്നതാണ്. ആഗോള താപനില പ്രത്യേക രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുപരിയായി പ്രാദേശികമായി പല പല കാരണങ്ങളാൽ താപനില വീണ്ടും വർദ്ധിക്കുകയാണ് എന്നുള്ളത്. നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിന് യഥാർത്ഥത്തിൽ വളരെ ഹിതമായി താങ്ങാവുന്ന താപനില ചൂട് 27 ഡിഗ്രിയാണ്. 27 ഡിഗ്രി കഴിയുന്നതോടുകൂടി കുറേശ്ശെയായി നമുക്ക് അസ്വസ്ഥത ഉണ്ടായി തുടങ്ങും. 30 ഡിഗ്രി ആകുന്നതോടുകൂടി തന്നെ നമുക്ക് ചൂട് കൂടുതലായി തോന്നും. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലായി പോകും. 35 ഡിഗ്രിയും 36 ഡിഗ്രിയും ഒക്കെ കഴിയുന്നതോടുകൂടി തന്നെ അത് പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ 30 ഡിഗ്രിയിലും കൂടുതൽ വർദ്ധിക്കുകയാണ്. 33, 34 ഡിഗ്രി വരെയൊക്കെയാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. ഇനിയും അതിൽ കൂടും. ചില പ്രദേശങ്ങളിലൊക്കെ അതിനേക്കാൾ കൂടുതലാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലുണ്ടായ താപനില 38-ന് മുകളിലായിരുന്നു. അങ്ങനെ താപനില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. താപനില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ശരീരത്തിന് അത് അഹിതമാകുന്നു എന്നത് മാത്രമല്ല, കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത്, മറ്റ് ഒട്ടനവധി പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കാർഷിക വിളയിൽ ഗണ്യമായ കുറവ് വരികയാണ്. താപനില കൂടുന്നതനുസരിച്ച് നമ്മുടെ എല്ലാ കാർഷിക വിളകളും കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ തണുപ്പ് കാല വിളകളായ കുരുമുളക്, അല്ലെങ്കിൽ കാപ്പി, ഇഞ്ചി തുടങ്ങിയ മലയോര കൃഷികളെല്ലാം ഇപ്പോൾ അപകടത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തീരദേശ വിളകളായ തെങ്ങും അതുപോലെ തന്നെ നെല്ലും ഒക്കെ വലിയ വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിള ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരാശരി വർഷം പ്രതി ഉദ്ദേശം 5% കാർഷിക വിള ഈ കാലാവസ്ഥാ മാറ്റം കൊണ്ട് തന്നെ കുറയുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടുന്നതനുസരിച്ച് പലതരത്തിലുള്ള കീടാണുക്കൾക്കും അതുപോലെ തന്നെ വൈറസുകൾക്കും പെരുകാനുള്ള സാഹചര്യം കൂടി വരികയാണ്. അപ്പോൾ അത് പലതരത്തിലുള്ള രോഗങ്ങൾ കേരളത്തിൽ നമുക്കറിയാം. ഉഷ്ണകാലത്ത് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വൈറസ് രോഗങ്ങളായാലും ശരി, അതുപോലെ തന്നെ കണ്ണുദീനങ്ങളായാലും ശരി, താപനില കൂടിക്കൊണ്ടുള്ള മറ്റ് ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകളെല്ലാം, എല്ലാ രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യ ജീവിതത്തെ ഭൂമിയിൽ സാധ്യമാകാത്ത വിധത്തിലേക്കാണ് കാലാവസ്ഥാ മാറ്റം ലോകത്തെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാമും അതിൻ്റെ ഇര തന്നെയാണ്. ജലക്ഷാമം, ഫാൻ, AC പോലുള്ള വൈദ്യുതോപകരണങ്ങളുടെ അമിത ഉപയോഗം, ഡീഹൈഡ്രേഷൻ, ഹീറ്റ് സ്ട്രോക്ക്, തലവേദന, ക്ഷീണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചൂടുകാലം നമുക്ക് മുൻപിൽ ഒരുക്കി വെക്കുന്നുണ്ട്. നാം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് താപനിലയും നമ്മുടെ ആർദ്രത, അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചർ, ഈർപ്പവും തമ്മിലുള്ള ബന്ധം. പ്രൊഫസർ കെ ശ്രീധരൻ തുടരുന്നു. ഈർപ്പത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് താപനില കുറവാണെങ്കിലും അത് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. 30 ഡിഗ്രിയാണ് നമ്മുടെ താപനിലയെങ്കിലും കൂടുതൽ ഈർപ്പമുള്ള അന്തരീക്ഷമാണെങ്കിൽ ആ 30 ഡിഗ്രി തന്നെ നമുക്ക് അഹിതമായി തീരും. അത് 30, 33, 34 ടെമ്പറേച്ചർ ഉള്ള അവസ്ഥയിലുള്ള അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം താപനില കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് താപനിലയെ അതിജീവിക്കാൻ ആവുന്ന വിധം വിയർത്ത് തണുപ്പ് സൃഷ്ടിക്കാൻ ഉള്ള കഴിവ് ഇല്ലാതായി പോകും.
അങ്ങനെ ഇല്ലാതായി വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ താപനില ഉള്ളതായിട്ട് അനുഭവപ്പെടും. 35 ഡിഗ്രി ആണെങ്കിൽ അത് 38 40 ഡിഗ്രിയുടെ ഫലമാണ് നമുക്ക് തരിക. അത് ഈർപ്പം കൂടുതലുള്ളത് കൊണ്ടാണ്, ഹ്യൂമിഡിറ്റി കൂടുന്നത് കൊണ്ടാണ്. അത് ആണ് കേരളത്തിൽ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം. ഈ സാഹചര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നാം ഈ പുതിയ അവസ്ഥയെ നേരിടാമെന്നുള്ളതാണ്. താപനില കൂടുന്നതനുസരിച്ച് നാം എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് നമുക്കറിയാം ആ ഉച്ച സമയത്താണ്. ഏതാണ്ട് 10-11 മണിയോടുകൂടി തന്നെ താപനില കൂടിക്കൊണ്ടിരിക്കും. 3-3:30 മണി വരെ ഈ പ്രശ്നം ഉണ്ടായിരിക്കും. ഈ സമയത്ത് പരമാവധി നമ്മൾ പുറത്തിറങ്ങാതിരിക്കുക. ഒരു കാരണവശാലും വെയിൽ കൊള്ളരുത്. ഉച്ച സമയത്ത് തന്നെ ഒട്ടും തന്നെ വെയിൽ കൊള്ളരുത്. കാരണം ഈ സമയത്തുണ്ടാകുന്ന സൗരവികിരണത്തിൽ അൾട്രാവയലറ്റ് റേസും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് റേസും ഉണ്ടായിരിക്കും. ഈ 2 വികിരണങ്ങളും നമ്മുടെ ശരീരത്തിന് അഹിതമാണ്. കാരണം ഇൻഫ്രാറെഡ് റേസ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പൊള്ളലുണ്ടാക്കും. അൾട്രാവയലറ്റ് കിരണമാണെങ്കിൽ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കും. കഴിഞ്ഞ വർഷം അത്യുഷ്ണം മൂലം യൂറോപ്പിൽ ഏതാണ്ട് 3500ഓളം പേരാണ് മരിച്ചത് എന്നതാണ് റിപ്പോർട്ട്. സൂര്യതാപം ഏൽക്കാത്ത വിധത്തിലുള്ള നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം നമ്മളെപ്പോഴും. നല്ല വെന്റിലേഷനുള്ള വായു സഞ്ചാരമുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് കിടക്കാവൂ. ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നതനുസരിച്ച് കൂടുതൽ വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഇവാപ്പറേഷൻ, അത് ആവിയായി പോകുന്നത് കൂടും. അങ്ങനെ കൂടുന്നത് നമുക്ക് നല്ലതാണ്. കാരണം അങ്ങനെ കൂടുമ്പോഴാണ് നമുക്ക് ആവശ്യത്തിന് തണുപ്പ് തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ കൂടി നാം എടുക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമിതമായ ചൂട് ഒരു മുന്നറിയിപ്പാണ്. പ്രകൃതിയുടെയും ഭൂമിയിലെ ജൈവ ലോകത്തിൻ്റെയും സുസ്ഥിരമായ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ദുസൂചന. അമിതമായ ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ നാം നേരിടുന്ന സാമൂഹിക പാരിസ്ഥിതിക പ്രതിസന്ധികളെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ രതീഷ് പാനപ്പറ്റ. അസഹ്യമായ ചൂടുള്ള ദിനങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത കാലത്തായാണ് ഉഷ്ണതരംഗങ്ങളെക്കുറിച്ചും സൂര്യാഘാതത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ കേട്ടു തുടങ്ങിയത്. എന്നാൽ ഇന്ന് കേരളം ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗങ്ങൾ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അമിതമായ ചൂടും ഉഷ്ണതരംഗങ്ങളും സൂര്യാഘാതവുമെല്ലാം പ്രകൃതി പ്രതിഭാസങ്ങൾ എന്ന പോലെ തന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ കൂടിയാണ്. ആരെയാണ് ഈ ഉഷ്ണതരംഗങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ആരാണ് ഈ ഉഷ്ണതരംഗങ്ങൾക്ക് ഏറ്റവും അധികം കാരണക്കാരാവുന്നത്? പകലന്തിയോളം തുറന്ന പ്രദേശങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന അസംഘടിതരും ദരിദ്രരുമായ മനുഷ്യരാണ് സൂര്യാഘാതത്തിൻ്റെയും അമിത ചൂടിൻ്റെയും പ്രത്യാഘാതങ്ങൾ എല്ലാ കാലത്തും ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിനും അതുവഴിയുള്ള ഉഷ്ണതരംഗങ്ങൾക്കും അമിതമായ ചൂടിനും കാരണക്കാരാവുന്നത് വലിയ തോതിൽ ജൈവ ഇന്ധനം കത്തിക്കുന്നവരും ആഡംബര ജീവിതം നയിക്കുന്നവരും ഉപഭോഗ സംസ്കാരത്തിൽ അഭിരമിക്കുന്നവരുമായ സമ്പന്നരോ അതിസമ്പന്നരോ ആയ മനുഷ്യരാണ്. നമ്മൾ ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ ആളോഹരി കാർബൺ ഫുട് പ്രിന്റ് പരിശോധിക്കുമ്പോൾ താരതമ്യേന ശൈത്യ കാലാവസ്ഥയുള്ള, ഉയർന്ന ജീവിത നിലവാരമുള്ള, ഉയർന്ന ആളോഹരി വരുമാനമുള്ള അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഏറ്റവും അധികം ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത്. ഈ അന്തരീക്ഷ മലിനീകരണം വഴി അല്ലെങ്കിൽ ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ വഴി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും അമിതമായ ചൂടും ഉഷ്ണതരംഗങ്ങളും എല്ലാം ഏറ്റവും അധികം ബാധിക്കുന്നത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അതുപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശത്തോ ഉഷ്ണമേഖലാ പ്രദേശത്തോ ജീവിക്കുന്ന ദരിദ്രരും പാവപ്പെട്ടവരുമായ കൂലിത്തൊഴിലാളികളായ മനുഷ്യരെയാണ്. ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനും അതുവഴിയുള്ള അമിതമായ ചൂടിനും ഉഷ്ണതരംഗങ്ങൾക്കും കാരണക്കാരാവുന്നവർ ശീതീകരിച്ച മാളങ്ങളിൽ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ ദിവസവേതനക്കാരും നിർമ്മാണ തൊഴിലാളികളും അസംഘടിതരായുള്ള തൊഴിലാളികളും കുടിയേറ്റ തൊഴിലാളികളും വഴിയോര കച്ചവടക്കാരും മത്സ്യത്തൊഴിലാളികളും അടങ്ങുന്ന പാവപ്പെട്ടവരും നിർധനരുമായിട്ടുള്ള മനുഷ്യരാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും അമിതമായ ചൂടിൻ്റെയും പ്രത്യാഘാതങ്ങൾ നേരിട്ട് ഏറ്റുവാങ്ങുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണക്കാരാവുന്നവരും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങുന്നവരും തമ്മിൽ വലിയൊരു അന്തരം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അന്തരം നിലനിൽക്കുമ്പോൾ അമിതമായ ചൂടും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം പാരിസ്ഥിതിക പ്രശ്നം എന്നതിലുപരി ഒരു നീതിയുടെ പ്രശ്നം കൂടിയായി ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും അധികം ജൈവ ഇന്ധനം കത്തിക്കുന്ന, ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന, ഉപഭോഗ സംസ്കാരമുള്ള നാട്ടിലെ അതിസമ്പന്നരായ
മനുഷ്യർ അവരാണ് ഏറ്റവും അധികം ആഗോളതാപനത്തിനോ ഉഷ്ണതരംഗങ്ങൾക്കോ ഒക്കെ കാരണക്കാരാവുന്നത്. എന്നാൽ അവരിൽ ഒരാൾ പോലും തുറസായ വെയിലിൽ ഇറങ്ങി നിൽക്കുകയോ വെയിൽ കൊള്ളേണ്ടി വരികയോ ഉഷ്ണതരംഗങ്ങളുടെയോ സൂര്യാഘാതത്തിന്റെയോ ഫലമായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. അതേസമയം സ്വന്തമായി ഒരു മോട്ടോർ സൈക്കിൾ പോലും ഇല്ലാത്ത, ഭക്ഷണാവശ്യങ്ങൾക്കല്ലാതെ ഫോസിൽ ഫ്യൂവലുകൾ നേരിട്ട് ഉപയോഗിക്കാത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യൻ രാവന്തിയോളം വെയിലിൽ ജോലി ചെയ്യാൻ നിർബന്ധിതനാവുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതമായ അമിതമായ ചൂടിന്റെയും ഉഷ്ണതരംഗങ്ങളുടെയും പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്നു. ഇത് തീർച്ചയായും ഒരു നീതിയുടെ കൂടി പ്രശ്നമാണ്. ഈ നീതിയുടെ പ്രശ്നം ഉടലെടുക്കുന്നതാവട്ടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയുടെ പരിമിതിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അമിതമായ ചൂടിനെ പ്രതിരോധിക്കുവാനും ഉഷ്ണതരംഗങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും തൊഴിൽ സമയം ക്രമീകരിക്കുക, വനവൽക്കരണം നടത്തുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, ഇങ്ങനെ പല വഴികൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ ഈ നീതിയുടെ പ്രശ്നം കൂടിയായ അമിതമായ ചൂടിനും ഉഷ്ണതരംഗങ്ങൾക്കും പാത്രമാകുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അമിതമായ ചൂട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോള താപനത്തിന്റെയും പരിണിത ഫലമാണ് എന്നതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പ്രാദേശിക ജനതയും ലോക ജനതയും പരിസ്ഥിതി സൗഹൃദ നയസമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രകൃതിയുടെ പരിക്കുകൾ ഭേദമാക്കാനുള്ള ആഗോള നയം നടപ്പിലാക്കാൻ ചൂഷണത്തിൽ അധിഷ്ഠിതമായ ജീവിത വ്യവസ്ഥയിൽ തിരുത്തൽ അനിവാര്യമാണ്. മനുഷ്യജീവിതം പ്രകൃതിയുടെ ജൈവ അജൈവ ലോകത്തിന്റെ നിലനിൽപ്പിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം. നിർവഹണ സഹായം ഷിബിൻ കെ.